ഹലോ ഗൈസ്, അങ്ങനെ നത്തിങ് ഫോൺ 3 ഇന്നലെ ലോഞ്ച് ആയിരിക്കുകയാണ്. കുട്ടി മാമ ഞാൻ ഞെട്ടി മാമ എന്ന് പറയണ പോലെ ഇപ്പൊ അതിന്റെ പ്രൈസ് കേട്ടപ്പോഴത്തേക്ക് 79,999 രൂപ, അതായത് 80,000 രൂപ കൊടുത്ത 1 രൂപ തിരിച്ചിട്ട് അതിന്റെ 512 GB പറഞ്ഞ വേരിയന്റിന് 90,000 രൂപയാണ്, അതായത് 89,999 രൂപ. ഈ പ്രൈസിന് എങ്ങനെ ഈ ഫോണ് വാങ്ങാം? ഈ ഈ 80,000 രൂപ കൊടുത്ത് ഈ ഫോൺ എന്തുണ്ട് എന്നുള്ള ഒരു ചോദ്യം ഭയങ്കരമായിട്ട് കിടന്ന് കൺഫ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ടെക് ലോകം തന്നെ മൊത്തത്തിൽ ഞെട്ടിയിരിക്കുകയാണ് ഇതിന്റെ പ്രൈസ് കേട്ടിട്ട്. കാരണം സ്നാപ്ഡ്രാഗൺ 8s Gen 4 എന്ന് പറഞ്ഞ ചിപ്സെറ്റ് ആണ് പറഞ്ഞത്. അതായത് 32,000 രൂപയുടെ IQ Neo 10 ഇരിക്കുന്ന ചിപ്സെറ്റ് ആണ് ഈ 8s Gen 4. അത് പോരാഞ്ഞിട്ട് LTPO ടെക്നോളജി ഇല്ല. ഡിസ്പ്ലേയിൽ 5150 mAh ബാറ്ററിയാണ് വരുന്നത്. 65 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ്, 15 വാട്ട്സിന്റെ വയർലെസ് ചാർജിങ് ആണ് വരുന്നത്. അത് പോരാഞ്ഞിട്ട് ഒപ്റ്റിക്കൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് പറഞ്ഞത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കമ്പയർ ചെയ്യുമ്പോൾ, അതായത് 80,000 രൂപ പ്രൈസ് റേഞ്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഫാർ ബെറ്റർ, ഇതിനേക്കാൾ ഫാർ ബെറ്റർ ആയിട്ടുള്ള ഫോണുകൾ എന്തുകൊണ്ടുണ്ട്. OnePlus 13, IQ 13, Xiaomi 15, X200, അങ്ങനെ ഇഷ്ടം പോലെ ഫോണുകളാണ് ആ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നത്. വിച്ച് കംസ് വിത്ത് ഫാർ ബെറ്റർ സ്നാപ്ഡ്രാഗൺ 8 ചിപ്സെറ്റ് വെച്ച് വരുന്ന ഫോണുകളാണ് അതൊക്കെ. ഒപ്റ്റിക്കൽ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ, ഇതിനേക്കാൾ ഫാർ ബെറ്റർ ആയിട്ടുള്ള ക്യാമറ. ഇപ്പൊ OnePlus ആണെങ്കിൽ ഹാസൽബ്ലാഡിന്റെ കൊളാബറേഷൻ വെച്ച് അവരുടെ ക്യാമറ, ഈ Xiaomi 15 ആണെങ്കിൽ മറ്റേ ലൈക്കയുടെ അതൊക്കെ വെച്ചിട്ടുള്ള കിടിലൻ ക്യാമറയൊക്കെ വെച്ചുള്ള ഫോണുകളാണ് പറഞ്ഞത്. എന്നാൽ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇതിന് പറഞ്ഞ 3 ബാക്ക് റിയർ ക്യാമറ പറഞ്ഞ 3 50 MB ക്യാമറയാണ് പറയുന്നത്. അതും സാംസങ്ങിന്റെ സെൻസേഴ്സ് ആണ്. മെയിൻ ക്യാമറയിൽ OIS ഉണ്ട്. അൾട്രാ വൈഡിൽ ഓട്ടോ ഫോക്കസ് ഇല്ല. ഫ്രണ്ട് ക്യാമറയും സാംസങ്ങിന്റെ തന്നെ 50 MB ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. ലൈറ്റ് എടുത്ത് കളഞ്ഞു, ഇനി ലൈറ്റ് കത്തത്തില്ല, ലൈറ്റിന് RIP ആണ്. അതിന് പകരമായിട്ടാണ് അവർ ഗ്ലിഫ് മെട്രിക്സ് എന്ന് പറഞ്ഞൊരു സംഭവം വന്നിരിക്കുന്നത്. അത് ഒരുപാട് നല്ല യൂസുകളൊക്കെ കാണുന്നുണ്ട്, രസമുണ്ട്, കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു ആ സാധനം. ആൻഡ് അത് കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു സ്വിച്ചും കാര്യങ്ങളൊക്കെ പുറകിൽ കൊടുത്തിട്ടുണ്ട്. ബട്ട് അതർവൈസ് ബാക്കി അത് ഡിസൈനൊക്കെ ആണെങ്കിൽ എനിക്ക് പേഴ്സണലി ഡിസൈൻ ഇഷ്ടപ്പെട്ടില്ല. ആൻഡ് ഈ ഒരു ഫോണ് 80,000 രൂപയ്ക്ക് ആര് വാങ്ങും എന്നുള്ള ചോദ്യത്തിന് എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു ഉത്തരവാണ് നത്തിങ് ഫോണുകൾ യൂസ് ചെയ്യുന്നത്, നത്തിങ് OS ഇഷ്ടപ്പെടുന്നവർ, നത്തിങ് ഫോണുകൾ യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോണ് OnePlus 12R ആണ്. ഈ ഒരു ഫോണാണ്. ഞാൻ എന്തുകൊണ്ട് ഈ ഫോൺ എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ സോഫ്റ്റ്വെയർ എനിക്ക് OnePlus ഫോൺ യൂസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതിന്റെ മുമ്പേ ഇരുന്ന ഫോൺ OnePlus Nord 2 ആണ്. അത് എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് ഞാൻ ഈ ഫോൺ എടുക്കുന്നത്. ഞാൻ OnePlus കമ്മ്യൂണിറ്റിയിൽ ഉള്ള ഒരാളാണ്. ഞാൻ OnePlus കമ്മ്യൂണിറ്റി OnePlusനെ പറ്റി പുതിയ വരുന്ന കാര്യങ്ങളൊക്കെ അറിയും. ആ ഒരു കമ്മ്യൂണിറ്റിക്കകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നോക്കാറുള്ളവരും റീഡ് ചെയ്യാറുള്ള ഒരാളാണ്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതേ ഒരു കമ്മ്യൂണിറ്റി തന്നെ നത്തിങ്ങിനുണ്ട്. അവരുടെ ഫോണുകൾ യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവര്, അവരുടെ OS ഇഷ്ടപ്പെടുന്നവര്, അവരുടെ ഫോൺ ഇഷ്ടപ്പെടുന്നവര്, അങ്ങനെ ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അപ്പൊ അവര് എന്തായാലും ഈ ഒരു ഫോൺ വാങ്ങാൻ തന്നെ പോകുന്നത്. ഈ ഒരു ഫോണിന്റെ ഒരു ആക്ച്വൽ പ്രൈസ് റേഞ്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു 35K ആണ്. 30,000 രൂപയാണ് സ്നാപ്ഡ്രാഗൺ 8s Gen 4. അത് ബാക്കി ഇവർ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഫീച്ചർ സ്പെക് വൈസ് നോക്കുമ്പോഴത്തേക്ക് 30,000 രൂപയാണ് ഈ ഒരു ഫോണിന്റെ പ്രൈസിങ് പറഞ്ഞത്. പക്ഷേ എന്നാൽ ഈ ഫോൺ 80,000 രൂപയ്ക്ക് സെല് ചെയ്യുമ്പോഴത്തേക്ക് എന്തുകൊണ്ട് ഇവർക്ക് അതൊരു ലാഭമാണ്. ഇപ്പൊ ഈ പറയുന്ന നത്തിങ്ങിന്റെ ഫോണുകൾ യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ വാങ്ങും. അത് പോരാഞ്ഞിട്ട് ഒരു ഗംഭീര അഡ്വർടൈസ്മെന്റ് ആണ് നടക്കുന്നത്. ഇപ്പൊ തന്നെ ഈ ഒരു നത്തിങ് ഫോണിന്റെ പ്രൈസിനെ പറ്റി ഇഷ്ടം പോലെ സോഷ്യൽ മീഡിയ, ഇപ്പോ X തുറന്നാലും, ഇൻസ്റ്റഗ്രാം തുറന്നാലും, യൂട്യൂബ് തുറന്നാലും, ഗൂഗിൾ എടുത്താലും എല്ലാം ഈ ഒരു നത്തിങ് ഫോൺ 3യുടെ പ്രൈസിങ് എന്ന ഒരു ചോദ്യമാണ് ഇതിനകത്ത് നടക്കുന്നത്. എല്ലാത്തിലും അത് നത്തിങ് ആണ്. സോ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു അഡ്വർടൈസ്മെന്റ് തന്നെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ കുറച്ചു പേരെങ്കിലും ഒന്ന് ആലോചിക്കും, ഞാൻ 80,000 രൂപയ്ക്ക് ഈ ഫോൺ, ഈ ഒരു 8s Gen 4 വെച്ച് ഈ ഒരു സ്പെക്കിന് എന്തുണ്ട് എന്ന് അറിയണം എന്ന് ആകാംക്ഷയുള്ളവർ വാങ്ങും. അപ്പൊ എന്തുകൊണ്ടും അവർക്ക് അവിടെ ഒരു ലാഭമാണ് വരുന്നത്. എനിക്ക് വേറൊരു കാര്യം തോന്നിയത്, ഇപ്പോ ഇവരിപ്പോ ഈ ഫോൺ 8L8 വെച്ചിരുന്നെങ്കിൽ ഫോൺ 1,00,000 രൂപയ്ക്ക് മുകളിൽ പ്രൈസിങ് പോവുമായിരുന്നു. അങ്ങനെ പോയിരുന്നെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകൾ എന്ന് പറഞ്ഞാൽ ഐഫോണിന്റെ പ്രോ സീരീസ്, സാംസങ്ങിന്റെ അൾട്രയും പിക്സലിന്റെയും പ്രോ സീരീസ് ആണ്. അപ്പൊ അവിടെ നമുക്കൊരിക്കലും ഈ ഒരു ഫോൺ ചിന്തിക്കാനേ പറ്റത്തില്ല ആ ഒരു പ്രൈസ് റേഞ്ചിൽ. ഇപ്പൊ 8L8 മാത്രം വെച്ച് തന്നിട്ട്, പക്ഷെ 8s Gen 4ഉം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഒരിക്കലും എനിക്ക് തോന്നുന്നു നത്തിങ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ വരുന്ന ഒരു ബ്രാൻഡാണ്. സോ അവർക്ക് ആ ഒരു ചിപ്സെറ്റ് 8L8 അഫോർഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും ഇപ്പോ 8s Gen 4 വെച്ചിട്ട് അവർക്ക് ഫ്ലാഗ്ഷിപ്പ് ഫോൺ ഇറക്കണം എന്നുള്ളതുകൊണ്ട് ഇറക്കിയതാവാനാണ് ചാൻസ്. എന്തുകൊണ്ട് നോക്കുകയാണെങ്കിൽ ഈ ഫോണിന്റെ പ്രൈസ് ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. 8s Gen 4 അല്ലെങ്കിൽ സ്പെക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരിക്കലും ഈ ഒരു ഫോണിന് 80,000 രൂപ കൊടുക്കാനായിട്ട് പറ്റത്തില്ല.
ഗൊറില്ല ഗ്ലാസ് 7i ആണ് ഇരിക്കുന്നത്. ഇപ്പൊ എന്റെ ഇരിക്കുന്ന OnePlus 12R പോലും ഗൊറില്ല ഗ്ലാസ് വിക്ടസും ബാക്ക് ഗൊറില്ല ഗ്ലാസ് 5 ആണ് സപ്പോർട്ട് ഉള്ളത്. പിന്നെ ബിൽഡ് ക്വാളിറ്റി ഒക്കെ അവര് സാനിവിങ് എല്ലാം പിടിച്ചിട്ടുണ്ട്, നൈസാണ്. പെട്ടിക്കകത്ത് ചാർജർ പറഞ്ഞില്ല, അത് എക്സ്ട്രാ വാങ്ങണം. പിന്നെ ഡിസ്പ്ലേയിൽ LTPO സപ്പോർട്ട് ഇല്ല. ഇപ്പൊ ഇതിനകത്ത് തന്നെ LTPO 4ന്റെ സപ്പോർട്ട് ഉണ്ട്. അതായത് നമ്മൾ ഫോൺ യൂസ് ചെയ്യാതിരിക്കുമ്പോഴത്തേക്ക് 0 Hz to 120 Hz. അപ്പൊ ബാറ്ററി ഡ്രെയിനിങ് ഭയങ്കരമായിട്ട് കുറയും, ബാറ്ററി കൺസപ്ഷൻ കുറവായിരിക്കും. അതിനാണ് LTPO ടെക്നോളജി കൊടുത്തിരിക്കുന്നത്. അതില്ല. 1.5Kയുടെ AMOLED ഡിസ്പ്ലേ ആണ്, HDR10+ സപ്പോർട്ട് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് നോക്കുമ്പോ എന്തായാലും ഞാൻ എന്തായാലും ഈ ഫോണൊന്നും വാങ്ങിച്ച് യൂസ് ചെയ്യാനൊന്നും പോണില്ല. കാരണം 80,000 രൂപ കൊടുത്ത് ആ ഫോൺ വാങ്ങാനായിട്ടൊന്നും എന്റെ പൈസ ഇല്ല. അത് പറഞ്ഞിട്ട് 80,000 രൂപ പോയിട്ട് ഒരു 5,000 രൂപ TWS വാങ്ങിച്ച് റിവ്യൂ ചെയ്യാൻ പൈസ ഇല്ല. അങ്ങനെ ഇരിക്കും വേണം. അത് പറഞ്ഞിട്ട് ഇപ്പം നത്തിങ്ങിന്റെ മറ്റേ ഹെഡ്ഫോൺ ഇറങ്ങിയിട്ടുണ്ട്, 20,000 രൂപയാണ്. അത് ആൾക്കാരൊക്കെ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ പറയട്ടെ. ഇപ്പൊ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും തോന്നുന്നു നീ ഫോൺ യൂസ് ചെയ്യാതല്ലേ പറയണമെന്ന്. അത്യാവശ്യം കുറെ ഫോണിന്റെ കാര്യങ്ങളൊക്കെ അറിയാന്നുള്ളതുകൊണ്ട് ഒരാളായിട്ട് ഞാൻ പറയുകയാണ്. സ്നാപ്ഡ്രാഗൺ 8s Gen 4 ഒരു മിഡ് റേഞ്ച് ചിപ്സെറ്റ് ആണ്. ആൻഡ് ഈ സ്പെക്ക് വെച്ച് നോക്കുമ്പോൾ ഈ ഫോൺ ഒരു മിഡ് റേഞ്ച് ഏരിയയിൽ വരണുള്ളൂ, 35,000 രൂപ വരുന്നുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടെങ്കിലും ഈ ഒരു ഫോൺ 80,000 രൂപ റേഞ്ച് പ്ലേസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഒരു 50,000 രൂപയ്ക്കൊക്കെ താഴെ വന്നു. ഇപ്പോൾ ഒരു ബാങ്ക് ഓഫറൊക്കെ വെച്ച് ഒരു 62,000 രൂപയ്ക്കൊക്കെ ആ ഫോൺ കിട്ടുമെന്നാണ് അറിഞ്ഞത്. ഒരു 50,000 ഒക്കെ താഴെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഫോണൊക്കെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ നത്തിങ് ഫോൺ 3യെ പറ്റി എന്താണ് തോന്നിയത് എന്നുള്ള ഒരു കാര്യം താഴെ കമന്റ് ചെയ്യുക. ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിലും ഒന്ന് തിരുത്തുക, മാന്യമായിട്ട് ഒന്ന് പറഞ്ഞോളൂ. അല്ലാതെ നിനക്ക് മറിച്ച നീ അവിടെ നിന്ന് എടുത്തിട്ട് സ്പെക്ക് പറയല്, ഇവിടെ നിർത്തിട്ട് മറ്റം പറഞ്ഞ പറയല് എന്ന് ദൈവത്തോർത്ത് പറയാതെ ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വന്ന് മാന്യമായിട്ട് ക്ലിയർ ചെയ്യുക, അപ്പൊ പറയുക, ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ബൈ. ഇനി വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം പേജ് ആരെങ്കിലും ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഫോളോ ചെയ്തിട്ടെങ്കിൽ ഞാൻ ലിങ്ക് താഴെ കൊടുത്തേക്കാം. ഓക്കെ, ബൈ.